പുതിയ ഐറ്റാണ് പോത്തും ചോറ്. ബാക്ക്വാട്ടേഴ്സ് ഉം അൽ ഖുവൈൻ എല്ലാവരും വരെയും എക്സ്പ്ലോർ ചെയ്യും. പുതിയ ഐറ്റം, വെറൈറ്റി ഐറ്റാണ്. അതുകൊണ്ടോ ഇതിങ്ങനെ പോരും. നാടൻ വേണ്ടവർക്ക് നാടനും അറബിക്ക് വേണ്ടവർക്ക് അറബിക്കും. ഓക്കെ, രണ്ടും ഇവിടെ കിട്ടും. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ബാക്ക്വാട്ടേഴ്സ് ഉം അൽ ഖുവൈൻ. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടിന്യൂഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ പേൾ ബാക്ക്വാട്ടേഴ്സിലെ ലൈവ് ബാർബിക്യൂ കൗണ്ടറിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. സോ വൺസ് അഗൈൻ ഹലോ എവ്രി വൺ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഹലോ, ഇന്ന് നമ്മൾ ഒരു പുതിയൊരു വെറൈറ്റി ഡിഷ് നമ്മൾ അവതരിപ്പിക്കാൻ പോവാണ്. ഇവിടുത്തെ ഫുൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇവിടെ പോത്തും ചോറ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമ്മൾ ഷെഫ് എന്താന്ന് പറയും. ഷെഫ്, എന്താണിത് സ്പെഷ്യൽ? ഇത് ശരിക്കും പോത്തിൻ്റെ റിബ്സാണ്. ഓക്കെ, റിബ്സ് അതൊരു 1 kg പോർഷൻ ഉണ്ട്. 1 kg വരുന്നതാണ്. കുക്ക് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ ഒരു 750-800 ഗ്രാം കിട്ടും. അപ്പോൾ അത് റോസ്റ്റ് ചെയ്തിട്ട് ഇതൊരു ലോങ് പ്രോസസ്സാണ്. ഒരു 2 hours നമ്മൾ ഓവനിൽ റോസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ അതിൻ്റെ സോസ് ഉണ്ടാക്കി അതിനകത്ത് വീണ്ടും ഒരു 30-40 മിനിറ്റ്സ് കുക്ക് ചെയ്ത് എടുക്കുന്നത്. അത്രയ്ക്ക് സോഫ്റ്റ് ആയിരിക്കും ഇത്. മീറ്റ് അത്രയ്ക്ക് സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് അക്കമ്പനിമെൻ്റ് ആയിട്ട് ഞാൻ കൊടുക്കുന്നത് നമ്മുടെ നാടൻ ചോറില്ലേ, നാടൻ ചോറ്. അത് ആ ബീഫിൻ്റെ റോസ്റ്റ് ഗ്രേവിയിൽ ഒന്ന് സോട്ട് ചെയ്ത് അതാണ് ബേസ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അതാണ് ഡിഫറെന്റ് അല്ലേ? നാടൻ ചോറ് നാടൻ ചോറ് വെച്ചിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ലോങ് പ്രോസസ് കുക്കിംഗ് ആണെന്ന് പറഞ്ഞത്. ആദ്യം അവര് ഓവനിൽ വെച്ചൊരു 30-45 മിനിറ്റ്സ് അത് ബേക്ക് ചെയ്ത് പിന്നീട് അതിന് മസാല കൂട്ടി അങ്ങനെ. അപ്പോൾ ഇത് ശരിക്കും ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകണുള്ളൂ. ഞങ്ങൾ ഫസ്റ്റ് ആണോ? കഴിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ഒപ്പീനിയൻ എൻ്റെ അടുത്ത്. ഷെഫ് ബിജു മാത്യു. അല്ല, ഉച്ചക്ക് കഴിച്ച ഫുഡൊക്കെ നമ്മള് കഴിച്ച അടിപൊളിയായിട്ട് കോഴിക്കോട് ആ ടച്ച് നമുക്ക് കിട്ടിയിരുന്നു. ഞാൻ മുമ്പ് കോഴിക്കോട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഹോട്ടലിൽ ഞാൻ ജോയിൻ ചെയ്തിട്ട് 2 വർഷമായി. ഇപ്പൊ ഇവിടെ നമ്മുടെ ബാക്ക് വാട്ടറിന്റെ ഷെഫ് ഡി കുസിനായിട്ട് വർക്ക് ചെയ്യാണ്. 2 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. എന്തായാലും ഇന്നോവേഷൻ ആണ് കണ്ടു മനസ്സിലായി. ഇനി ഞങ്ങള് കഴിച്ചു. ഓക്കെ, താങ്ക് യു. എല്ലൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ പോത്തും ചോറ് എന്നുള്ള ഐറ്റം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെ ഈ എല്ലൊക്കെ ഒന്ന് ഊരി നോക്കും. അത് കൂളായിട്ട് കിട്ടിയ സാധനം. അപ്പോൾ അത്രയും പെട്ടെന്ന് സംഗതി നടന്നു. ഇനി അടുത്തത് ഇത്രയും വെന്തിട്ടുണ്ട് എന്നർത്ഥം. ഷെഫ് പറഞ്ഞ പോലെ ലോങ് പ്രോസസ് കുക്കിങ്ങിലേ ഇനി ഇതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് ആ നാടൻ രീതിയിൽ നമ്മുടെ നാടൻ നല്ല നെല്ലുക്കാരിയാണ്. ഇതിനൊരു പീസും നന്നായി വെന്തിട്ടുണ്ട്. നല്ല സ്പോഞ്ച് പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. രസമുണ്ട്. ഇതിങ്ങനെ വാങ്ങണേരിക്കും അല്ലേ? ഇതിങ്ങനെ ഇതിന്ന് കുറച്ച് ഇറച്ചി എടുത്തിട്ട് ചോറ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഗ്രേവിയും ഈ ചോറിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ പണ്ടൊക്കെ ഗ്രേവി ചട്ടിൻ്റെ അടിയാവുമ്പോൾ നമ്മൾ ചോറ് കഴിക്കൂലേ, ആ ഒരു ഐറ്റം സാധനമാണ്. തീർക്കരുതേ. സൂപ്പർ സാധനം. സ്പീച്ച്ലെസ് ആയില്ലേ നിങ്ങൾ? കണ്ടോ, ഇതിങ്ങനെ പോരും. വേറെ സോഫ്റ്റാ. അപ്പൊ ഇവിടുത്തെ ഒരു പുതിയ ഐറ്റാണ് പോത്തും ചോറ്. പോത്തും ചോറ്. അപ്പൊ എല്ലാരും വന്ന് ട്രൈ ചെയ്യാം. ഒരു വെറൈറ്റി ഐറ്റാണ്. വേഗം വന്നോളി, ട്രൈ ചെയ്ത് എല്ലാരും അഭിപ്രായം പറയും. ഞാൻ മൂപ്പരോട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഒരു എല്ല് എനിക്ക് ഊരി നോക്കണം പറഞ്ഞ് മാറ്റി വെച്ചതാണ്. ഞാൻ എടുത്ത് നോക്കട്ടെ കേട്ടോ.
ആ സിമ്പിളല്ലേ പെട്ടെന്ന് പെട്ടെന്ന് അത്രയും വെന്തിട്ട് ഞാൻ കഴിച്ചോട്ടെ. റിബ്സിന്റെ ഇറച്ചി തന്നെ, അതായത് നമ്മളെ വാരിയലിന്റെ മുകളിലെ ഇറച്ചി ഉണ്ടല്ലോ, അതല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ആണ്. ഇവരെങ്ങനെ എന്നും പറയും വാരലിന്റെ ഇറച്ചി ഭയങ്കര ടേസ്റ്റ്. ഞാൻ പീസ് എടുത്ത് നോക്കട്ടെ. പീസും ചോറിൽ മിക്സ് ചെയ്ത് കണ്ടി നമ്മളെ നാടൻ ചട്ടിയില് കൈ കൊണ്ട് തന്നെ കഴിക്കണം, അല്ല ചട്ടിയിലൊക്കെ കഴിക്കുമ്പോ നമ്മൾ ചട്ടി തുടക്കൂലേ. വേണ്ട ഒരു നോസ്റ്റാൾജിയ, എനിക്കൊക്കെ നല്ലൊരു നോസ്റ്റാൾജിയാണ്. നമ്മള് വലിയമ്മ കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ ബീഫ് കറിയൊക്കെ അപ്പൊ ലാസ്റ്റ് ചട്ടിയിലുണ്ടെങ്കിൽ എല്ലാവർക്കും അതിൽ ചോറിട്ടിട്ട് എല്ലാവരെയും വയലിൽ കൊണ്ടുപോയിട്ട് ഓരോ ഉരുള കൊടുക്കും. എല്ലാം അമ്മമാര് ചെയ്യാറുണ്ട്. അതിന്റെ ഒരു ഓർമ്മ വന്നു. അതേ ഐറ്റം ലാസ്റ്റ് അരവില് അടിപൊളി. ഓക്കെ നല്ലതുണ്ടോ ഇങ്ങനെ പെട്ടെന്ന് കിട്ടുന്നു. അത് കൊണ്ടുവന്ന് വെച്ചപ്പോ ഞാൻ കരുതിയേ പെട്ടെന്ന് ഇത് കിട്ടുമോ ഇറച്ചിന്ന്. പെട്ടെന്ന് കിട്ടുന്നത് അടിപൊളി അടിപൊളി. നിങ്ങൾ എന്തായാലും ഇപ്പോൾ വിസിറ്റ് ചെയ്യും. നമ്മൾ റിവ്യൂ ആണ്, ഫസ്റ്റ് റിവ്യൂ ഐ ഗസ് അവർക്ക് വേണ്ടി, കാരണം അത് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. എക്സ്പേർട്ട് ഷെഫാണ് കേട്ടോ. അപ്പോൾ അവരെ ഇന്നോവേഷൻ എന്തായാലും അടിപൊളി തന്നെ ആയിരിക്കും. നമ്മളൊരു നോസ്റ്റാൾജിയ ബാക്ക് ടു നമ്മളെ മെമ്മറീസ് കൊണ്ടുപോയി. ഈ അടുത്തതായിട്ട് ഈ ബാക്ക് വാട്ടേഴ്സിന്റെ വേറൊരു പ്രത്യേകതയാണ് ലൈവ് ബാർബിക്യൂ കൗണ്ടർ. അവർക്ക് 2 കുസീനാണ് ഉള്ളത്, അതായത് അറബിക് ആൻഡ് കേരള. കേരള weekend, Thursday, Friday and Saturday. You have live barbecue. This I have here shish tawu red sauce and mutton tikka and shish tawu white sauce, lamb kofta, charcoal chicken. This is charcoal chicken. Yes. And This is Kerala style grilled amur and kingfish. This is grilled tiger prawns in Kerala style. Okay. And this some vegetable for Arabic like this and salads. This hummus. Hummus And this, mutabbal. this come Arabic sauce. Dips. Hummus, mutabbal and garlic sauce. Okay. Thank you. ഇതുപോലെ ലൈവ് ബാർബിക്യൂ കൗണ്ടേഴ്സ് ഞാൻ അവിടെ ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ അവർക്ക് 2 അറബിക് ഐറ്റംസും ഉണ്ട്, നമ്മുടെ നാടൻ ഐറ്റംസും ഉണ്ട്. ഓക്കെ, അറബിക് ഐറ്റംസും അപ്പൊ എങ്ങനെ ഉണ്ട് നോക്കിയിട്ട് നമ്മൾ ട്രൈ ചെയ്തിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഷെയറാക്കി. അപ്പോൾ ഇവിടെ അറബിക്ക് ഉണ്ടാക്കുന്നത് ഒതന്റിക് അറബിക് ഷെഫുകൾ തന്നെയാണ്. This mutton fish tawuk, how many minutes we need to cook? 10 minutes. 10 minutes? Yeah. Before you cook any, like this is fresh meat? Yeah, just the marination. ആദ്യം ഫിഷ് തവuk. ലൈവ് ബാർബിക്യൂ കൗണ്ടറിന് തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേസിൽ ഇവിടെ വരും. നമ്മളെ മുന്നിൽ തന്നെ ലൈവായിട്ട് നമ്മൾ പറയുന്ന സാധനങ്ങൾ അവർ ഗ്രില്ല് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ ആദ്യം അറബിക്കിൻ്റെ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ മട്ടൺ ഫിഷ് തവuk, അത് മട്ടൺ ടിക്ക. ഞാൻ ചിക്കൻ വൈറ്റ് ചീസ് തവuk. ഇങ്ങനെ വേവണെന്ന് അറിയില്ല അല്ലേ, അത് കുറച്ച് ഗാർലിക് പേസ്റ്റിൽ കൂട്ടിയിട്ട് പെട്ടെന്ന് വെന്തു. മേ ബി 10 minutes വെച്ചിട്ടുള്ളവര് നമ്മൾ വെക്കണ കുറെ ടൈം വെക്കൂലേ, അതാ അവർ ഉദ്ദേശിച്ചത്. നല്ല മാരിനേഷൻ ഉണ്ട്. ഒതന്റിക് അറബിക്കാണ് മുത്തബ്ബൽ. കാരണം നമ്മൾ അലയിലിൽ ഒരുപാട് ഒതന്റിക് അറബിക് ഇത് കഴിക്കാറുണ്ട്. ഏകദേശം അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ്, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഷെഫ് അവിടുത്തെ തന്നെയാണ് സിറിയക്കാരൻ. അപ്പൊ എന്തായാലും ആ ഒരു ടച്ച് ഉണ്ടാവും. ചിക്കൻ ഷീഷ് തവuk, സോറി
അവര് ശിഷ്ടാവും ബ്രെഡ് ചിക്കൻ ടിക്കാൻ തന്നെ പറയുന്നു ശരിക്കും. ഒരു ദിവസം മുഴുവൻ മാരിനേറ്റ് ചെയ്ത് വെറുതെ എത്ര ജ്യൂസി ആണ്, ഇത്ര പറയില്ല ഇങ്ങനെ നല്ല ടെൻഡർ മീറ്റ് ജ്യൂസും ഇതായിട്ടില്ല. അപ്പൊ നീ അവിടെയും ഇവിടെയും പോയി കരിയിലൊന്നും കത്തിച്ചിട്ട് ടൈം കളയണ്ട കേട്ടോ. ഇവിടെ വരിക നമ്മളെ മുന്നിൽ തന്നെ അവര് പറയുന്ന സാധനങ്ങള് ഇങ്ങനത്തെ ഒരു ആംബിയൻസിൽ കടലിന്റെ തീരത്തിരുന്നിട്ട് ഇങ്ങനെ കഴിക്കണുണ്ടല്ലോ, അത് വേറൊരു രസം തന്നെ കേട്ടോ. ലാം കോഫ്ത അതില് കുറെ സാധാരണ ഉള്ളി കാര്യങ്ങള് ഒക്കെ മിക്സ് ചെയ്തിട്ട് പോലിമ കയറ്റിയിട്ട് അടിക്കുന്ന സാധനമാണ്. ഗാർലിക് പേസ്റ്റ് മുക്കിയത്. എനിക്ക് ആടിന്റെ സ്മെല്ലുണ്ട് ചെറിയ അലർജി. കള്ളത്തരങ്ങളൊന്നും ഇല്ല കേട്ടോ, ഇവിടെ പ്യുവർ മീറ്റാണ്. നമ്മൾ മുമ്പിൽ നിന്നാണ് അവർ ഉണ്ടാക്കി തന്നെ. മറ്റേത് അവർ ഉള്ളിൽ നിന്ന് എന്താ നമുക്ക് ചെയ്യണേന്ന് അറിയില്ലല്ലോ, പ്യുവർ സാധനമാണ്. നമ്മളെ മുമ്പിൽ നിന്ന് തന്നെ അവർ കൊല്ല കയറ്റിയിട്ട് തരുകയാണ്. അതുകൊണ്ട് തന്നെ ആ നല്ല മീറ്റി ടേസ്റ്റും അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാ ദിവസവും ഒന്നുമില്ല, വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഉം അൽ ഖുവൈൻ പേളിൽ ബാക്ക് വാട്ടേഴ്സിലെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ലൈവ് ബാർബിക്യൂ കൗണ്ടർ സ്റ്റേഷൻ. എല്ലാവരും വ്യാഴം വെള്ളിയിലും വരിക. ഉം അൽ ഖുവൈനിലുള്ളവരും യു എയിലുള്ളവരൊക്കെ ഉം അൽ ഖുവൈനിൽ വരുമ്പോൾ ഇവിടെ വ്യാഴം വെള്ളി ഉണ്ടെങ്കിൽ ഇവിടെ വരണം, അല്ലെങ്കിൽ ഇത് മിസ്സാവും. അറബിക് ക്വിസീൻ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. ഇനി അടുത്തതായി നമ്മൾ കേരള ക്വിസീനിൽ വരുന്ന ടൈഗർ പ്രോൺസ്, പിന്നെ അതേപോലെ ഐക്കൂറ കിങ് ഫിഷാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. വെറൈറ്റി ആണ്, നിങ്ങൾക്ക് കാണാം. ഈ കാണുന്നത് വെറൈറ്റി ബാർബിക്യൂ കേട്ടോ, കാരണം വെളിച്ചെണ്ണ ഇട്ടിട്ടാണ് അവർ ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. Welcome, madam. Thank you, dear. ഇനി കേരള ക്വിസീൻ ബാർബിക്യൂ ആണ് നമ്മൾ കൂടുതൽ അവിടെ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് സെലക്ട് ചെയ്ത് ചെമ്മീനും പിന്നെ നമ്മൾ ഐക്കോറ നമ്മളെപ്പോഴും പൊരിച്ചിട്ടല്ല കഴിക്കല്, ഗ്രില്ല് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കി, ഇതുവരെ കഴിച്ചിട്ടില്ല. ഓക്കെ, ഇത് ടൈഗർ പ്രോൺസ്, മറ്റേത് ഐക്കോറ ട്രൈ ചെയ്തു. നാടൻ മസാല ഇട്ടിട്ട് അങ്ങനെ ഗ്രില്ല് ചെയ്തിരിക്കുകയാണ്. വെളിച്ചെണ്ണന്റെ ടേസ്റ്റ് ഗ്രില്ല് ഇത്ര അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്ന ആദ്യമായിട്ട് മനസ്സിലായി. നല്ല ടേസ്റ്റ്. അവർ ഗ്രില്ല് ചെയ്യുമ്പോൾ ഇടയിൽ ഇങ്ങനെ കോക്കനട്ട് ഓയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്, അതിന്റെ ടേസ്റ്റ് നല്ലോണം കിട്ടുന്നുണ്ട്. നല്ല നാടൻ മസാല അതാണ്. 10 മിനിറ്റ് ഉള്ളൂ കേട്ടോ അവര് ഇതിൽ വെച്ചിട്ട്. അപ്പൊ തന്നെ ഇങ്ങനെ നമ്മള് ഒരു തവ പോലെ തന്നെ ഉണ്ടോ, തവിയില് ഇതാക്കിയ പോലെ തന്നെ, ഗ്രില്ല് ചെയ്ത പോലെ അല്ല, പക്ഷെ ചെറുതായിട്ട് ചെറിയൊരു സ്മോക്കി എഫക്ട്. ടൈഗർ പ്രോൺസ് ആണ് എനിക്ക് ഒന്നും കൂടി ഓൾമോസ്റ്റ് 1 ഡേ അവർ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പൊ തന്നെ ഏകദേശം ഒക്കെ അത് കുക്കായിട്ടുണ്ടാവും. അതാണ് ഇത്ര ഉള്ളിക്ക് മസാല ഇറങ്ങിയിട്ടേ. നമ്മളെ നാടൻ മസാല കേട്ടോ, അത് പറയുന്നതാണ്, എടുത്ത് പറയുന്നതാണ്. കഴിക്കുമ്പോഴത്തേക്കും തന്നെ വരല് ഇങ്ങനെ ആയി പോവാണ്, അത്രയും ടേസ്റ്റ് ഉണ്ട്. നാടൻ വേണ്ടവർക്ക് നാടനും അറബിക്ക് വേണ്ടവർക്ക് അറബിക്കും. ഓക്കെ, രണ്ടും കൂടെ കിട്ടും. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ബാക്ക് വാട്ടേഴ്സ് ഉം അൽ ഖുവൈൻ ഇപ്പോൾ. ഓക്കെ, കം ആൻഡ് എൻജോയ്. പൊളിച്ചടിക്കും, നല്ല സാധനം. നമ്മള് അങ്ങനെ അടുത്ത ദിവസം മോർണിംഗ് ഞങ്ങൾ ബാക്ക് വാട്ടേഴ്സിൽ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ജോയിൻ ചെയ്ത്. നമ്മൾ ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നല്ലോ
നമ്മൾ സ്റ്റേക്കേഷൻ്റെ എന്താ പറയുക ഒരു പ്ലാൻ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് 3-4 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചൂസ് ചെയ്ത് മെഡിറ്ററേനിയൻ, അതായത് അറബിക് ആൻഡ് കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഫ്രഷ് ഫ്രൂട്ട് കട്ട്സും അതേപോലെ ഓംലെറ്റ്സും ഒക്കെ നമുക്ക് എത്ര വേണമെങ്കിലും അവരോട് ചോദിക്കാം. പക്ഷേ ഈ 2 ക്വിസീൻ വെറൈറ്റി തന്നെയായിരുന്നു. അറബിക് ബ്രേക്ക്ഫാസ്റ്റിൽ കുറേ സംഭവങ്ങളാണ് വരുന്നത്. അതേപോലെ കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളൊന്ന് ലൈറ്റ് ആവാൻ വേണ്ടിയാണ് ഒരാൾ അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തത്. അതായത് അതിൽ ബ്രെഡ്, ക്രോസോൺസ്, ഡോണറ്റ്സ് അങ്ങനത്തെ സംഭവങ്ങളാണ് വരിക. അറബിക്കിൽ ഇങ്ങനെ പ്ലാറ്ററായിട്ടാണ് വരിക. കുറേ ഫ്രഷ് വെജിറ്റബിൾസും ഓലിവ്സും പിക്കിൾസ്, അതേപോലെ ഹലൂമി ചീസ്, പിന്നെ സമൂസ, കിബ്ബ ഒരു അറബിക് ഡിഷാണ്. പിന്നെ ഒരു ബൗളിൽ കാണില്ലേ, അതൊരു ലെൻറ്റിലിൻ്റെ ഒരു സൂപ്പ് പറയാൻ പറ്റില്ല, ഒരു ഫോൽ എന്നാണ് പറയുക അവർ. പിന്നെ കുറേ ഡിപ്സ് ആയിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് കുബൂസും അങ്ങനത്തെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഒന്ന് ഞങ്ങൾ ഹെവിയും ഒന്നൊരു ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് സെലക്ട് ചെയ്തത്. ഇത് ടൊമാറ്റോ ഓംലെറ്റ് ആയിരുന്നു. എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു ഇവിടുത്തെ എങ്ങനെയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ടൊമാറ്റോ ഓംലെറ്റാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കലായിരിക്കും നല്ലത്. കാരണം ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റിൽ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുത്തെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഇത് മട്ടൻ കിബയാണ് അറബിക് പ്ലാറ്ററിൽ വരുന്നത്. പിന്നെ കുറേ ഫ്രഷ് ജ്യൂസസ് അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ ചെക്ക് ഞങ്ങളുടെ തുടങ്ങി. ഇവിടെ ഇങ്ങനത്തെ കുറച്ച് സെറ്റപ്പ് ഉണ്ട്. നമുക്ക് പാർട്ടീസ്, ബർത്ത്ഡേസ്, ആനിവേഴ്സറീസ് അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്യാം. ഓൾ ഇൻ ഓൾ ഒരു സ്പോട്ടാണ്. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വ്ളോഗും കൂടി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. സോ വിൽ സീ യു ഓൾ വിത്ത് അനദർ ഫുഡ് റിവ്യൂ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.